വെൽക്കം ടു ടി സി എസ് എജുമീഡിയ. ടി സി എസ് എജുമീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. In the previous classes, we have discussed about the first qualitative feature of human resource, education. Today, in this class, we are going to discuss about the another qualitative feature of human resource. It is health care. What is health? According to the World Health Organization, WHO, health is a state of physical, mental and social well-being. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, ലോകാരോഗ്യ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവർ ആരോഗ്യം എന്നതിനെ നിർവചിക്കുന്നത് ശാരീരികമായും മാനസികമായും സാമൂഹികമായുമുള്ള ഒരു നല്ല അവസ്ഥക്ക് പറയുന്ന പേരാണ് ആരോഗ്യം എന്നുള്ളത്. From this definition, we can understand that health is not only the physical well-being but also the mental and social well-being of a individual. ഒരു മനുഷ്യന് ശരീരപരമായി മാത്രം നല്ല അവസ്ഥ ഉണ്ടാകുമ്പോൾ അവന് ആരോഗ്യമുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. മാനസികമായും സാമൂഹികമായും അവൻ്റെ അവസ്ഥ നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ അവന് ആരോഗ്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. Then it is the government's responsibility to ensure health care for all people. So each and every individual work for the economic development of a country. എന്നാൽ മാത്രമേ ഓരോ ജനങ്ങൾക്കും ഓരോ വ്യക്തിക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. Healthy person can work for the progress of country very well. So, how healthy persons can participate in the progress of a country? Let us go through that. The first one, production increases with the increase in efficiency and the number of working days. ഒരു വ്യക്തിക്ക് ആരോഗ്യമുണ്ടാവുക, ഒരു രാജ്യത്തുള്ള ആളുകൾക്ക് ആരോഗ്യമുണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ കഴിവും അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള കഴിവും വർദ്ധിക്കും. അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. The second one, natural resources can be utilized properly when the individuals are healthy. എല്ലാ വ്യക്തികളും ആരോഗ്യമുള്ളവരാണെങ്കിൽ എല്ലാ നാച്ചുറൽ റിസോഴ്സസും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. മെഡിക്കൽ എക്സ്പെൻസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്, thereby reducing the government expenditure. If the all people are healthy, the government can reduce the medical expenditure and they can use all this money for the progress of country. ഇപ്പോൾ ഈ ചിലവൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയൊക്കെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. സോ ദ ഹെൽത്തി പേഴ്സൺസ് ക്യാൻ participate in the progress of a country very well. So all the people of a country should be healthy. So the healthcare is the second and another qualitative feature of human resource. And the fourth one, economic development is possible through increase in production. പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ നാം പറഞ്ഞു ആളുകൾക്ക് ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ട് നല്ല ഉഷാറുണ്ടാവണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കുകയും ചെയ്യും. സോ ദ ഹെൽത്തി പേഴ്സൺസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. So we can say that healthcare
is a more important in the life of people. Then how can we ensure the health care? Then what are the facilities to be ensured for health care? ഒരു വ്യക്തിക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ, ആരോഗ്യം ഉറപ്പുവരുത്തണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്. പോഷകാഹാരം വ്യക്തികൾക്ക് ലഭിക്കണം. അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ. വ്യക്തികൾക്ക് ശുദ്ധമായ വെള്ളം ലഭിക്കണം. തേർഡ് വൺ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. രോഗപ്രതിരോധ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കണം. ഫോർത്ത് വൺ ക്ലീൻലിനെസ്. ശുചിത്വ പരിപാലനം. എല്ലാ നിലക്കും എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശുചിത്വത്തോടു കൂടിയും വളരെ ശുദ്ധിയോടുകൂടിയും നിൽക്കാൻ നമുക്ക് സാധിക്കണം. ആൻഡ് ദ ഫിഫ്ത്ത് വൺ മെഡിക്കൽ ഫെസിലിറ്റീസ്. ചികിത്സാ സൗകര്യങ്ങൾ ഒരു വ്യക്തിക്ക് ലഭ്യമാക്കണം. Then the sixth one is ensuring of leisure and entertainment. വിശ്രമവും വിനോദവും ജനങ്ങൾക്ക് ഉണ്ടാവണം. എപ്പോഴും പണിയെടുക്കരുത്, ഇടയ്ക്ക് വിശ്രമം വേണം. എപ്പോഴും ബിസി ആവരുത്, ഇടയ്ക്ക് വിനോദങ്ങൾ ഉണ്ടാവണം. എന്നാൽ മാത്രമേ മാനസികപരമായിട്ട് ആരോഗ്യം മനുഷ്യന് ലഭിക്കുകയുള്ളൂ. Then the last one is healthy environment. ആരോഗ്യപരമായ എൻവിയോൺമെൻറ്റ്, പരിസ്ഥിതി ഉണ്ടാവണം. എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു എൻവിയോൺമെൻറ്റ് പരിസ്ഥിതിയാണെങ്കിൽ ഒരിക്കലും മാനസികപരമായ ആരോഗ്യമോ സാമൂഹികപരമായ ആരോഗ്യമോ ആ വ്യക്തിക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ദീസ് ആർ ദ ഫെസിലിറ്റീസ് ടു ബി എൻഷ്യൂർഡ് ഫോർ ഹെൽത്ത് കെയർ. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ആരോഗ്യം നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ഫ്രം വേർ വി ക്യാൻ എൻഷ്യൂർ ദീസ് ഫെസിലിറ്റീസ്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? ദി ഗവൺമെൻറ് ഹാസ് സെറ്റപ്പ് several institutions that work at different levels in the medical sector. ഇതിനു വേണ്ടി ഗവൺമെൻറ് ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് മെഡിക്കൽ കോളേജസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, primary health centers and health sub-centers. These all are the institutions that work at different levels in the medical sector to ensure the health care facilities. Besides government medical sector, there are various hospitals in the cooperative and private sector. From all these government, cooperative and private medical sectors, we will get modern treatment facilities. Besides allopathy, there is different systems of medicines like Ayurveda, Yoga, Naturopathy, Unani, Siddha and Homeopathy. ഇംഗ്ലീഷ് മരുന്നിന് പുറമെ നമ്മുടെ നാട്ടിൽ പല വിധത്തിലുള്ള മെഡിസിൻസും അവൈലബിളാണ്. നമുക്ക് ആയുർവേദ കിട്ടും, യോഗ ഒരു ചികിത്സാ രീതിയാണ്, നാച്ചുറോപ്പതി പ്രകൃതി ചികിത്സ, അതുപോലെ തന്നെ യൂനാനി ചികിത്സ, സിദ്ധൌഷധങ്ങളുടെ ചികിത്സ, ഹോമിയോപ്പതി. These are the different systems of medicine available for us. To make available quality health service to all citizens, there is two departments functioning. The first one is National Rural Health Mission and second one is National Urban Health Mission. The National Rural Health Mission operates in the rural sector and it provides improved health service to the residents of rural areas. The National Urban Health Mission operates in the urban sector and it provides improved health service to the residents of urban slums and other marginalized people in towns with a population of more than 50,000
50,000 ജനങ്ങൾ താമസിക്കുന്ന ടൗണുകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കും അതുപോലെ ചേരികളിൽ താമസിക്കുന്ന ജനങ്ങൾക്കും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ റൂറൽ ഏരിയയിൽ ഗ്രാമീണ മേഖലയിലുള്ള ആളുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വർക്ക് ചെയ്യുന്നത്. These are the two departments functioning to make available quality health service to all citizens in the country. As a result of all these programs and activities related to health, the life expectancy in India has been improved. Then what is the life expectancy status of India according to the census of 2011? The life expectancy of female is 67.7 year and the life expectancy of male is 64.6 year, and according to the total population of the country, the life expectancy is 66.1. What do you mean by life expectancy? Life expectancy is the expected average year of life of a person lives. ശരാശരി എത്ര വയസ്സ് വരെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നതിന് പറയുന്ന പേരാണ് ലൈഫ് എക്സ്പെക്റ്റൻസി. Then life expectancy is the expected average year of life of a person lives. Another two qualitative features of human resource is training and social capital. Then there is a National Skill Development Corporation to compensate the shortage of skilled people. Then a National Skill Development Corporation giving skill training in various fields such as construction, tourism, banking and engineering. മറ്റു വിശദീകരിക്കാത്ത രണ്ട് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സാണ് ട്രെയിനിങ്ങും അതുപോലെ സോഷ്യൽ ക്യാപിറ്റലും. ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഒരു കോർപ്പറേഷനുണ്ട്, അതാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അത് സ്കിൽഡായിട്ടുള്ള കഴിവുള്ള ആളുകളുടെ കുറവ് വരുമ്പോൾ ആളുകൾക്ക് കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോർപ്പറേഷനാണത്. ഫ്രം ദീസ് കോർപ്പറേഷൻ വി ക്യാൻ ഗെറ്റ് ട്രെയിനിങ് ഇൻ കൺസ്ട്രക്ഷൻ, ടൂറിസം, ബാങ്കിങ് ആൻഡ് എൻജിനീയറിങ്. ഈ ഫീൽഡിലൊക്കെയുള്ള ട്രെയിനിങ് നമുക്ക് ഈ കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. All qualitative features of human resources completed. In India, there is a department for human resource. It is known as Ministry of Human Resource Development. This department operates for human resource development. Government of India started this department in the year of 1985. The main responsibility and goal of this department is to plan and implement the activities necessary for human resource development. Human resource development ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ദൗത്യം. From this chapter, we can understand that human resources is as important as natural resources. So, we have to develop human resource with planned efforts in the education and health sector, training and social capital. So, we can utilize natural resources very effectively. അതുകൊണ്ട് തന്നെ നാച്ചുറൽ റിസോഴ്സസിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നതാണ് ഹ്യൂമൻ റിസോഴ്സ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ റിസോഴ്സസ് ഇഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് നടക്കണം. നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് നടത്തണമെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ വിഭാഗവും ആരോഗ്യ സംരക്ഷണ വിഭാഗവും ട്രെയിനിങ് വിഭാഗവും സോഷ്യൽ ക്യാപിറ്റലും എല്ലാവരും ഒരുമിച്ച് നിന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. Through planned effort in the education and health sector, we can
attain the quality and development of human resource. വിദ്യാഭ്യാസ രംഗവും ആരോഗ്യരംഗവും ഉഷാറാവുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ആവുകയും അതുപോലെ തന്നെ നല്ല ഗുണമേന്മയുള്ള ഹ്യൂമൻ റിസോഴ്സിന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. So this chapter, and in this chapter we have discussed about human resource development and the quantitative features of human resource and qualitative features of human resource. We will continue in the next video with new chapter. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിർബന്ധമായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.